O.V Vijayan എന്ന് കേൾക്കുമ്പോൾ വായനക്കാരിൽ പലരുടെയും മനസ്സിൽ ആദ്യം എത്തുന്ന വാക്ക് ഖസാക്കിന്റെ ഇതിഹാസമായിരിക്കും. O.V Vijayan വിട പറഞ്ഞിട്ട് ഇന്ന് 18 വർഷങ്ങൾ തികയുകയാണെങ്കിലും അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇന്നും ജീവിക്കുകയാണ്. രാജ്യം ഭരിക്കുന്ന ഏകാധിപതിയായ പ്രജാപതി പ്രാഥമിക കൃത്യങ്ങൾ ചെയ്യുന്നത് പോലും മാധ്യമങ്ങളും പരിചാരക വൃന്ദവും ആഘോഷമാക്കുന്നതിനെക്കുറിച്ച് O.V Vijayan എഴുതിയ നോവലാണ് ധർമ്മപുരാണം. ആ നോവൽ ഇപ്പോൾ അതിന്റെ പ്രവചന സ്വഭാവം കൊണ്ട് പ്രസക്തമാവുകയാണ്. ധർമ്മപുരി എന്ന രാജ്യത്തെ പ്രജാപതിക്ക് ശുചിമുറിയിൽ പോകാനുള്ള പ്രവണതയുണ്ടായതിനെ അങ്ങേയറ്റം സാധാരണ രീതിയിൽ പച്ചയ്ക്ക് പറഞ്ഞുകൊണ്ടാണ് ധർമ്മപുരാണം എന്ന നോവൽ O.V Vijayan ആരംഭിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ ധർമ്മപുരാണ സന്ദർഭങ്ങൾ നടക്കുന്നുണ്ടെന്നുള്ളത് വർഷങ്ങൾക്ക് മുൻപ് തന്നെ O.V Vijayan എഴുതിയതിന്റെ ദീർഘവീക്ഷണമാകാം. മറക്കാൻ ജീവിക്കുന്നവരുടെ കഥ പറഞ്ഞ് ജീവിച്ചിരിക്കുന്നവരെ മോഹിപ്പിച്ച കഥാകാരനായിരുന്നു O.V Vijayan. പാപക്കറയുടെ നിഴൽക്കുത്തിൽ അടിതെറ്റി വീണവരുടെ പാതയെ പിന്തുടർന്നവർ ഒട്ടേറെ. ഇന്ന് മോഹിപ്പിക്കുന്നു ഖസാക്ക്. മലയാളത്തിൽ ആധുനികതയുടെ വരവ് അങ്ങനെയായിരുന്നു. 1950-ലാണ് ആദ്യ കഥ വിജയൻ പ്രസിദ്ധീകരിക്കുന്നത്. പരാജിതൻ എന്ന ചെറുകഥ മുതൽ 1995-ൽ പ്രസിദ്ധീകരിച്ച സമാഹാരമായ കുറേ കഥാബീജങ്ങൾ വരെ. നവീകരിക്കപ്പെട്ട ഭാഷയും നാട്ടുവഴക്കങ്ങളും പ്രവചനാതീതമായ കാഴ്ചപ്പാടുകളും കൊണ്ട് ശ്രദ്ധേയമായിരുന്നു ഇവയെല്ലാം. വാക്കുകളുടെ ഇതിഹാസമാണ് O.V Vijayan എന്ന കഥാകാരൻ. കാലദേശങ്ങൾക്കിപ്പുറവും നൈസാമലിയെയും മൈമുനയെയും കുഞ്ഞാമിനെയും അപ്പുക്കിളിയെയും തേടി തലമുറകളുടെ തീർത്ഥാടനം തുടരുന്നു. 1975-ൽ ഇന്ത്യയിൽ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ നിശിതമായ വിമർശനം എഴുത്തിലൂടെയും കാർട്ടൂണുകളിലൂടെയും ആവിഷ്കരിച്ച ഇന്ത്യൻ എഴുത്തുകാരിലൊരാളായിരുന്നു O.V Vijayan. തീർത്തും ഏകാന്തമായ ജീവിതം നയിച്ച, എഴുത്തിൽ മാത്രം ശ്രദ്ധിച്ച വിജയനെ തേടി നിരവധി അംഗീകാരങ്ങളും എത്തി. 2005 മാർച്ച് 30-ന് ഹൈദരാബാദിൽ വെച്ചാണ് O.V Vijayan ലോകത്തോട് വിട പറയുന്നത്. പരാശരന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. പരാശരൻ മരത്തിന്റെ മുമ്പിൽ മുട്ടുകുത്തി. പരാശരൻ മരത്തെ കെട്ടിപ്പിടിച്ചു. പരാശരൻ അലമുറ കൊണ്ടു. സിദ്ധാർത്ഥ രാജാവേ, ഇത് അങ്ങാണോ? റിസർച്ച് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.